അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബീഡഡ് ഇയറിങ്സാണ്. അതിനായിട്ട് നമുക്കൊരു വയർ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലുള്ള ക്രീം കളർ വരുന്ന ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ബീഡ്സ് 5 ഇട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം 2 ഗോൾഡൻ ബീഡും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ ബീഡും ഈ ഒരു ക്രീം കളറൂടെ നല്ലൊരു കോമ്പിനേഷൻ വരുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കാണാൻ. അപ്പോൾ ആ ഒരു ബീഡ്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഗോൾഡൻ ബീഡില്ലേ, ആ ഗോൾഡൻ ബീഡിൻ്റെ അകത്ത് കൂടി ആ 2 എണ്ണത്തിൽ കൂടി ഈ വയറൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി ആ വയറിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്കതിൻ്റെ ആ ഒരു ഹുക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ടൈറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കെട്ടുക. ഇനി ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള ഇയറിങ്സ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളുടെ ലൈറ്റിലൊക്കെ നല്ലൊരു ആ ഗോൾഡൻ ബീഡ്സിൻ്റെ തിളക്കം നല്ലതുപോലെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.